ഹലോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളത് പറഞ്ഞില്ലേ, ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ഇന്നലെ മുടി വെട്ടിയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. പക്ഷേ മുടി അങ്ങോട്ട് ഇപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം സെറ്റ് ആയിട്ടില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മേക്കപ്പ് വീഡിയോ ഒക്കെ ചിലർ ഇടാൻ പറയാറുണ്ട് കേട്ടോ, എൻ്റെ പേജിൽ മേക്കപ്പ് വീഡിയോ ഇടുന്നൊക്കെ. അപ്പം ഇപ്പം ഇന്ന് ഡേറ്റ് വന്നിട്ട് 3-ാം തീയതിയാണ്. 3, 4, 5 കണ്ടിന്യൂസ് എനിക്ക് വർക്കുള്ള ദിവസമാണ്. 3, 4, 5 വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ ഹൽദി, അമ്മ നോക്കാട്ടോ, ഹൽദി, റിസപ്ഷൻ, പിന്നെ കല്യാണം. അപ്പം അതിനൊരുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് പോണ വീഡിയോ. അപ്പം ഇന്ന് അവിടെയാണ് സ്റ്റേ. അപ്പം ചെല്ലണം, ഓച്ചിറയിലാണ് കല്യാണം. അവിടെ ചെല്ലണം, ചെന്നിട്ട് അവിടെ മേക്കപ്പ് ചെയ്യണം. ഇതാകുമ്പോൾ എനിക്ക് ടെൻഷനില്ല, കാരണം നമ്മുടെ കൂട്ടുകാരിയാണല്ലോ, വലിയ ഭംഗിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് ആ വീഡിയോ ആണ്. നമുക്ക് 3 മണിയാകുമ്പോഴേ കൊച്ചിനെ റെഡി ആക്കണം, അതിന് മുന്നേ അവിടെ ചെല്ലണം. ബാഗിൽ ഈ പെട്ടി നിറയെ മേക്കപ്പ് സാധനങ്ങൾ, ഇതിൽ നിറയെ എൻ്റെ ഡ്രസ്സാണ്. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പം ഫുൾ വീഡിയോ എടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കണേ. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കായംകുളം വെച്ചിട്ടാണ് കല്യാണം. നമ്മൾ പോയിട്ട് ബൈ. അപ്പോൾ ഇനി ഏകദേശം 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ, നമ്മൾ എത്താറായേ. തള്ളേ ഇങ്ങോട്ട് വാ, ഇത് എവിടെ കൊണ്ടിടണം വണ്ടി? അപ്പോൾ ഈ നടന്നു വരുന്നതാണ് നമ്മുടെ കല്യാണക്കുട്ടി. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അവൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. വാ, എടുക്കൂ അസിസ്റ്റന്റ്. നോട്ടെ, അപ്പോൾ ഇതാണ് ബിഫോർ മേക്കപ്പിന് മുന്നേ ഉള്ള പ്രേമൻ്റെ മുഖം. അത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെപ്പോൾ കണ്ടുകൂട്ടിയാലും ഇങ്ങനെയാണ്, എപ്പോഴും നമുക്ക് കുറേ കഥകളുണ്ടാവും. മോൾ ഹൽദി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതിന് ശേഷം രാത്രി 12 മണിയായപ്പോഴാണ് കല്യാണക്കുട്ടി മൈലാഞ്ചി ഇടുന്നത്. അവൾ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമായിരുന്നു കേട്ടോ. കൊള്ളാമോ? ഇത് അടുത്ത ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള രാവിലെ ഉണ്ടായ സംഭവങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്, ഹെയറിന് മുന്നേ ആയിട്ട്. ഇന്ന് ഈ സമയത്ത് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കറണ്ടൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവുകയും മേക്കപ്പ് ജസ്റ്റ് ചെറുതായിട്ട് ഇളവ് ചെയ്ത് പിന്നെ വീണ്ടും നമ്മൾ റിമൂവ് ചെയ്ത് ടച്ച് ചെയ്യുകയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഈ ദിവസം ഭയങ്കര തിരക്കായ കാരണം ഇവളുടെ കൂടെ ഇങ്ങനെ ഓടി നടന്നിട്ട് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോരുമായിരുന്നു. അല്ല, അതിന് മുന്നേ ഫ്രണ്ട്സ്, നമ്മുടെ കോളേജിൽ പഠിച്ചവരും പിന്നെ പ്രേമൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ താർ ഓടിച്ച് നോക്കണമെന്ന് നമ്മൾ രാത്രി താർ ഓടിച്ച് നോക്കാനായിട്ട് പോയതാണ്. അത് നല്ലതായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ രാത്രി കുറച്ച് ഒരു 2-3 കിലോമീറ്ററോളം നമ്മൾ താറൊന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയി. പിന്നെ അന്ന് തിരിച്ചു വന്നു. അടുത്ത ദിവസം അടുത്ത കുട്ടീനെ മേക്കപ്പ് ചെയ്യാനിരുന്നു. ഇതും എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചാണ് കേട്ടോ. ഇതാ മേക്കപ്പ് ലുക്ക്. ഇതും കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ദിവസം പ്രേമൻ്റെ കല്യാണത്തിന് പോണത്. ഇതാണ് 3ാമത്തെ ദിവസം. ഇന്നാണ് ഇപ്പോൾ ഐശ്വര്യയുടെ കല്യാണം. ഞാൻ രാവിലെ എനിക്കൊരു മേക്കപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ സെക്കൻഡ് ലുക്കും 3rd ലുക്കും റിസപ്ഷൻ ലുക്കും ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. റെഡി ആയിട്ടൊന്നുമില്ല. അഡ്ജസ്റ്റ്മെന്റ്. അതിനെ പറയൂ, എന്താ നിനക്ക് പറയാനുള്ളത് എന്നെ കണ്ടിട്ട്? ദൃശ്യം നല്ല അടിപൊളിയാണ്. എന്നെ പൊക്കി പറയാനല്ല, നാളുകൾക്ക് ശേഷം കണ്ടിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാരും കാണാൻ പോവാണ്. അതിലേറെ സന്തോഷം. അപ്പോൾ ഇതാ നമ്മളെത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വുമൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ആകെ 14 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടു. അപ്പോൾ അത് കുറേ എണ്ണത്തിന് പിള്ളേരുണ്ടായി, കുറേ എണ്ണം മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ കുടുംബിനികളെ പോലെ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ ആയിരുന്നു. കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ, കുറച്ച് പേര് എത്തിയിട്ടില്ല. അപ്പോൾ ഇതാ പ്രേമൻ്റെ താലിയായിട്ട് ഞാൻ എത്തിയപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ടും കുറേ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ലുക്കിന് സാരിയൊക്കെ അയൺ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ റൂമിലൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരുമായിട്ടും സമയം അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് അതുല്യയുടെ കുഞ്ഞുവാവയാണ്. കൂടെ നടന്നതിൽ കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞ് നടന്നവളുടെ കൊച്ചാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് കേട്ടോ പ്രേമൻ്റെ സെക്കൻഡ് ലുക്ക്. അപ്പോൾ നമ്മൾ സാരി ചേഞ്ച് ചെയ്തു, ഐ മേക്കപ്പ് ഒക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി, ലിപ്സ്റ്റിക് ഷെയ്ഡ് മാറ്റി, അങ്ങനെ അവൾ പോകാൻ നേരം നമ്മൾ കുറേ പറഞ്ഞു കരയാൻ, പക്ഷേ അവൾ കരഞ്ഞില്ല കേട്ടോ. പിന്നെ അവൾ പോയിട്ട് ഈ ഹോട്ടലിലോട്ട് തന്നെ തിരിച്ച് വരുമായിരുന്നു. ഇതാണ് റിസപ്ഷൻ ലുക്ക്. അവൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് മതി, അവൾക്ക് അവളായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മുടിയൊക്കെ അവൾ തന്നെയാണ് കേട്ടോ ജസ്റ്റ് കോംബ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് പിന്നൂത്തി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഈ പ്രേമൻ എന്ന് പറയുന്നത് ഇവിടെ പേര് ശരിക്കും ഐശ്വര്യ എന്നാണ്, നമ്മൾ പ്രേമൻ എന്നാണ് വിളിക്കാറ്. അത് കഴിഞ്ഞ് നമ്മൾ റിസപ്ഷൻ കൂടിയിട്ട് എന്താ പറയുക തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ 3 ദിവസം.